നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ 2014 സഖാവ് എൻ.കെ. പ്രേമചന്ദ്രൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ തിരിച്ചെത്തിയത്. അതിനു മുമ്പ് 2-3 ടേമിൽ അദ്ദേഹം പാർലമെൻറ്റ് അംഗമായിരുന്നുണ്ട്. 96, 99 കാലത്ത് ആദ്യം ലോക്സഭയിൽ 2 തവണ ഉണ്ടായിരുന്നു, പിന്നീട് രാജ്യസഭയിലും ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം കേരള നിയമസഭാംഗമാകുകയും മന്ത്രിയാകുകയും ഒക്കെ ചെയ്തതിന് ശേഷം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറയിൽ മത്സരിച്ച് ഷിബു ബേബി ജോണിനോട് തോറ്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ കൊത്തങ്കല്ല് കളിച്ച് നടക്കുന്ന സമയത്താണ് 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നത്. RSPക്ക് കൊല്ലം സീറ്റ് ഇടതുമുന്നണി നിഷേധിച്ചത്. അതേ തുടർന്ന് ആ പാർട്ടി മുന്നണി വിട്ടുപോയതും UDFൻ്റെ പിന്തുണയോടുകൂടി പ്രേമേന്ദ്രൻ കൊല്ലത്ത് മത്സരിച്ച് ജയിച്ചത്. അന്ന് അദ്ദേഹത്തെ എതിർത്തത് സഖാവ് M.A. ബേബിയായിരുന്നു. ബേബി സഖാവ് ജയിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചെങ്കിലും പിണറായി വിജയൻ്റെ വാമൊഴി വഴക്കം കാരണം കൊല്ലത്തെ നല്ലൊരു വിഭാഗം ആളുകൾ വോട്ടർമാർ വിപരീത ദിശയിലേക്ക് പോവുകയും പ്രേമേന്ദ്രൻ ജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ ജയിച്ച് പാർലമെൻറ്റിലെത്തിയ പ്രേമേന്ദ്രൻ അന്ന് മുതൽക്ക് നരേന്ദ്രമോദിയെ ഇങ്ങനെ വിമർശിക്കാൻ തുടങ്ങി. പ്രേമേന്ദ്രന് സാമാന്യം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. ശശി തരൂരിനെ പോലെ കടുകട്ടിയായിട്ടുള്ള ഒരു ഭാഷയല്ല, സാധാരണക്കാർക്ക് മനസ്സിലാകുന്നു, സിമ്പിൾ ഇംഗ്ലീഷാണ്. അതേസമയത്ത് നമ്മുടെ ഡബിൾ എ റഹീമിനെ പോലെ നോട്ട് ഓൺലി ബട്ട് ഓൺലി നോട്ട് ഓൾസോ എന്ന രീതിയിലുള്ള പ്രസംഗവുമല്ല. കോൺഗ്രസ്സിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾ താരതമ്യേന കുറവായതുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ കൊടുക്കുന്ന സമയം കൂടി അവർ വളരെ സൗമനസ്യപൂർവ്വം പ്രേമേന്ദ്രന് സംഭാവന ചെയ്യുകയാണ് പതിവ്. അങ്ങനെ 1 മിനിറ്റിലോ 1.5 മിനിറ്റിലോ തീരേണ്ടിയിരുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം പലപ്പോഴും 10 മിനിറ്റിലേക്കും 15 മിനിറ്റിലേക്കും 20 മിനിറ്റിലേക്കും ഒക്കെ നീണ്ടുപോകാറുണ്ട്. മുത്തലാഖ് നിരോധിക്കുന്ന ബില്ല് വന്നപ്പോൾ അതിനെതിരെ നിരാകരണ പ്രമേയം അവതരിപ്പിച്ച് 28 മിനിറ്റ് ഇദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ പല സന്ദർഭങ്ങളിലും പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം പ്രേമേന്ദ്രനാണ് നിറവേറ്റിക്കൊണ്ടിരുന്നത്. പ്രേമേന്ദ്രൻ നല്ലൊരു പാർലമെൻറ്റേറിയൻ ആയതുകൊണ്ട് നടുത്തളത്തിൽ ഇറങ്ങുകയോ ബഹളം കൂട്ടുകയോ TN പ്രതാപനെ പോലെ നരേന്ദ്രമോദിക്ക് നേരെ ആക്രോശിക്കുകയും കൈവങ്ങുകയോ ഒന്നും ചെയ്യാറില്ല. അദ്ദേഹത്തെ പാർലമെൻറ്റിൽ നിന്ന് ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ചില നിഷ്പക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന ഗാലപ്പ് പോളുകളിലൊക്കെ ഇദ്ദേഹം ഏറ്റവും നല്ല പാർലമെൻറ്റേറിയനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് 2014-19 കാലത്ത് തന്നെ അദ്ദേഹത്തിന് സൻസദ് രത്ന എന്നൊക്കെ ഉള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഒരു തവണ ഒരു അവാർഡ് കിട്ടിയപ്പോൾ അഞ്ചാലുമൂട്ടിൽ നടന്ന ഒരു സ്വീകരണത്തിൽ ഞാനും പങ്കെടുക്കേണ്ടതായിട്ട്, ഞാനും മുതിർന്ന കോൺഗ്രസ് നേതാവ് CB പത്മരാജനുമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ പൊതുവെ ആളുകൾക്ക് വലിയ മതിപ്പുള്ള ഒരു പാർലമെൻറ്റേറിയനാണ് N.K. പ്രേമചന്ദ്രൻ. 2019 അദ്ദേഹം വീണ്ടും മത്സരിച്ചു, വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. അപ്പോൾ 2019 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ടാണ് കൊല്ലം ബൈപ്പാസിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. ഡൽഹിയിലെയും തിരുവനന്തപുരത്തെയും പല ഓഫീസുകളിൽ കയറി ഇറങ്ങി നടന്ന് ഇതിന് പണം കണ്ടെത്തിയത് TK ദിവാറിൻ്റെ കാലം മുതൽക്ക് മുടങ്ങിക്കിടന്നിരുന്നതുമായ ബൈപ്പാസിന് ജീവൻ വെപ്പിച്ചത് പ്രേമേന്ദ്രനാണ്. സകല പണിയും പൂർത്തിയായപ്പോൾ പിണറായി വിജയൻ അതിൻ്റെ ഉദ്ഘാടനം നടത്തിക്കളയാം എന്ന് തീരുമാനിച്ചു. പ്രേമേന്ദ്രൻ അതിലും വലിയ വീരനായതുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് ഉദ്ഘാടനം നടത്തി. കാരണം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ബൈപ്പാസിൻ്റെ പണി പൂർത്തീകരിച്ചത്. അത് CPMകാർക്ക് വലിയ ഒരു അപമാനമായി തോന്നി. നരേന്ദ്രമോദിയും പ്രേമേന്ദ്രൻ തമ്മിലുള്ള അന്തർധാര വളരെ ശക്തമാണ് എന്ന് അവർ പ്രചരിപ്പിച്ചു. പ്രേമേന്ദ്രൻ ഒരു വലിയ സംഖ്യയാണെന്നും ന്യൂനപക്ഷ സമുദായക്കാരും അദ്ദേഹത്തിന് വോട്ട് ചേർന്നു ഈ സഖാക്കന്മാർ നാട് മുഴുവനും നടന്ന് പ്രചരിപ്പിച്ചു. M.A. ബേബിയെ പോലെ, തോമസ് ഐസക്കിനെ പോലെ മുതിർന്ന നേതാക്കൾ വരെ ഇയാൾ സംഘപരിവാറുകാരനാണ് എന്ന് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ എമ്പാടും തമ്പേർ കൂട്ടി പാട്ടുപാടി. പക്ഷേ കൊല്ലത്തെ പ്രബുദ്ധരായ മുസ്ലിങ്ങൾ ആരും അത് വിശ്വസിച്ചില്ല. കാരണം ഈ നിരാകരണ പ്രമേയം അവതരിപ്പിച്ചത് പ്രേമേന്ദ്രനാണെന്നും അദ്ദേഹം മുസ്ലിം സമുദായ അംഗങ്ങളുടെ ഒരു അടുത്ത സുഹൃത്താണെന്നും അവർ ധരിച്ചിരുന്നു. മിക്കവാറും എല്ലാ പള്ളിയിലും നബിദിനത്തിനും അല്ലെങ്കിൽ ഈദുൽ ഫിത്തറിനുമൊക്കെ അദ്ദേഹത്തെ പ്രസംഗത്തിന് വിളിക്കാറുണ്ട്. അദ്ദേഹം ഖുറാനിലെ പ്രസക്തമായ ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഏതാണ്ട് മുല്ലാക്കന്മാർ പ്രസംഗിക്കുന്ന രീതിയിൽ പ്രസംഗിക്കാറുമുണ്ട്. ഇത് മിക്ക ആളുകൾക്കും അറിയുകയും ചെയ്യും. അതുകൊണ്ട് മാർക്സിസ്റ്റുകാരുടെ ഈ പ്രചരണം അവിടെ വിലപ്പോയില്ല. പ്രേമേന്ദ്രൻ്റെ ഭൂരിപക്ഷം ബേബിക്കെതിരെ ഏതാണ്ട് 30,000 ആയിരുന്നെങ്കിൽ സഖാവ് ബാലഗോപാലിനെതിരെ 1,60,000 വർദ്ധിച്ചു എന്നുള്ളതാണ് ചരിത്രം. ഇപ്പോൾ കാലാവധി കഴിഞ്ഞ 17ാം ലോക്സഭയിലും പ്രേമേന്ദ്രൻ തന്നെയായിരുന്നു താരം. കാരണം അധീർ രഞ്ജൻ ചൗധരി എന്ന് പറഞ്ഞ ഒരു ഉണ്ണാമനാണ് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ. അദ്ദേഹം പ്രസംഗം എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് എവിടെ ചെന്നാണ് അവസാനിക്കുന്നതെന്നോ അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പ്രസംഗമാണ്.
അതുകൊണ്ട് പ്രതിപക്ഷ ദൗത്യം നിറവേറ്റിയിരുന്ന ഒരു പ്രധാനപ്പെട്ട ആൾ പ്രേമേന്ദ്രനാണ്. പിന്നൊരാൾ നമ്മുടെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട മഹുവ മൊയ്ത്രയായിരുന്നു. മൂന്നാമതൊരാൾ നമുക്ക് എണ്ണി പറഞ്ഞേ തീരുമെന്നാണെങ്കിൽ അസദുദ്ദീൻ ഒവൈസിയാണ്. ഒവൈസി കൃത്യമായിട്ട് സംസാരിക്കും. ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും നമ്മുടെ പൊന്നാനി മെമ്പർ ടി മുഹമ്മദ് ബഷീറും സാമാന്യം വൃത്തിയായിട്ട് കാര്യങ്ങൾ പറയും. അദ്ദേഹത്തിന് ഭാഷയുടെയൊക്കെ പരിമിതി ഉണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ പഠിച്ച് വൃത്തിക്ക് പറയുന്ന ആളാണ്. ഇങ്ങനെ വളരെ അപൂർവ ആളുകളെ പാർലമെൻറ്റിൽ എന്തെങ്കിലും പ്രതിപക്ഷ ശബ്ദം ഉയർത്തിയിരുന്നുള്ളൂ. ബാക്കിയെല്ലാം കടമാണ്. കടമെന്ന് വെച്ചാൽ വെറും കടമല്ല, IMF വായ്പയാണ്, വീടാക്കടമാണ്. അതായിരുന്നു മോഡിയുടെ ഒരു വലിയ സൗകര്യം. ശക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള പഴയ കാലത്ത് ജോർജ് ഫെർണാണ്ടസ് അല്ലെങ്കിൽ സോമനാഥ് ചാറ്റർജി, അതുമല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രജിത്ത് ഗുപ്ത, ഇങ്ങനെയൊക്കെയുള്ള വില്ലാളി വീരന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറയാൻ വന്നത് ഈ പ്രേമേന്ദ്രൻ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ BJPയെയും കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയൊക്കെ വിമർശിക്കുന്ന ആളാണ്. അപ്പോൾ മോഡി ഇദ്ദേഹത്തെ വളരെ കാലമായിട്ട് നോട്ടം വെച്ചു. അതിൽ മോഡിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ടല്ലെങ്കിലും പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയൊരു പ്രസംഗം, ഒരു 7 മിനിറ്റുള്ള പ്രസംഗം ഞാൻ പിന്നീട് യൂട്യൂബിൽ കേൾക്കാനിടയായി. അത് പഴയ ഘട്ടത്തിൽ നിന്ന് പാർലമെൻറ്റ് പുതിയ ഘട്ടത്തിലേക്ക് മാറുന്ന സമയത്ത് പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൽ നടത്തിയ അവസാനത്തെ പ്രസംഗമാണ്. അന്ന് പല മെമ്പർമാരും അവരുടെ അനുഭവങ്ങൾ അവിടെ പങ്കുവച്ചു. പ്രേമേന്ദ്രൻ പറഞ്ഞത് ഈ പാർലമെൻറ്റിൽ ഏത് കാലത്തും പ്രതിപക്ഷത്തിന് വലിയ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ സ്വരം വളരെ താല്പര്യപൂർവ്വം ശ്രമിച്ചിരുന്ന ആളാണ്. പ്രതിപക്ഷ നേതാവ് AKജിയുടെ മറ്റുള്ളവരുടെയൊക്കെ പ്രസംഗങ്ങൾ അദ്ദേഹം താല്പര്യപൂർവ്വം കേൾക്കുകയും അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്ന ആളാണ്. പ്രതിപക്ഷവും കൂടി ചേർന്നാണ് പാർലമെൻറ്റ് എന്ന തികഞ്ഞ ബോധ്യം നെഹ്റുവിനുണ്ടായിരുന്നു എന്ന്. അത്ര ആയപ്പോഴത്തേക്കും പ്രേമേന്ദ്രൻ്റെ സമയം കഴിഞ്ഞു. ഏതാണ്ട് 4 മിനിറ്റായി. സ്പീക്കർ ബെല്ലടിക്കാൻ തുടങ്ങി. മാത്രമല്ല ഈ നെഹ്റുവിനെ പ്രകീർത്തിക്കുന്നതാണ് BJPക്കാർക്ക്, സ്പീക്കറാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഏറ്റവും അരോചകമായിട്ടുള്ള കാര്യം. അങ്ങനെ നെഹ്റുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെല്ലടിക്കാൻ തുടങ്ങി. പ്രേമേന്ദ്രൻ ആൾ വില്ലനാൾ വീരനാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഉടനെ തന്നെ അടൽ ബിഹാരി വാജ്പേയിയെ പ്രശംസിക്കാൻ തുടങ്ങി. 1996 പ്രേമേന്ദ്രൻ ആദ്യമായിട്ട് പാർലമെൻറ്റിൽ ചെല്ലുമ്പോൾ അന്ന് വാജ്പേയിയാണ് പ്രധാനമന്ത്രി. പ്രേമേന്ദ്രൻ്റെ ആദ്യത്തെ പ്രസംഗം, കന്നിപ്രസംഗം, ഈ മോഡി സർക്കാരിൻ്റെ വിശ്വാസ പ്രമേയത്തിന് എതിരായിട്ടുള്ളതായിരുന്നു എന്ന് പറഞ്ഞു. അന്നൊരു തുടക്കക്കാരൻ്റെ പതർച്ചയോടുകൂടി ഞാൻ പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്ഥാനം നഷ്ടപ്പെട്ട പ്രധാനമന്ത്രി വാജ്പേയി എന്നെ വിളിച്ച് അഭിനന്ദിച്ചു. നിങ്ങളുടെ പ്രസംഗം വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് പാർലമെൻറ്റിൽ കിട്ടിയ ആദ്യത്തെ അഭിനന്ദനം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു എന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞു. അപ്പോൾ പിന്നെ സ്പീക്കർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വാജ്പേയിയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെല്ലടിക്കാനോ മൈക്ക് ഓഫ് ചെയ്യാനോ പറ്റുകയില്ല. അങ്ങനെ 7 മിനിറ്റ് അദ്ദേഹം പ്രസംഗിച്ചു. ഈ പ്രസംഗം സത്യം പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെയും വാജ്പേയിയെയും പ്രശംസിക്കുന്നതിലൂടെ സത്യത്തിൽ പ്രേമേന്ദ്രൻ ചെയ്തതെന്ന് വെച്ചാൽ നരേന്ദ്രമോദി ഇതുപോലത്തെ ഒരാളല്ല. പ്രതിപക്ഷ ബഹുമാനം തീരെ ഇല്ലാത്ത ആളാണ്. പ്രതിപക്ഷത്തിൻ്റെ സ്വരത്തെ പാടെ നിരാകരിക്കുന്ന ആളാണ് എന്ന വ്യംഗ്യമായ ഒരു ലക്ഷ്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അത് കേട്ടവർക്ക് മനസ്സിലായി, അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലായി, BJPക്കാർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷേ നരേന്ദ്രമോദിക്ക് മനസ്സിലായി എന്ന് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ 17 ലോക്സഭയുടെ കാലാവധി തീരുന്ന ദിവസം, കാലാവധിയല്ല 17 ലോക്സഭയുടെ അവസാന സമ്മേളനത്തിൻ്റെ അവസാന ദിവസം ബജറ്റ് സെഷൻ കഴിഞ്ഞു. ഇനി പാർലമെൻറ്റിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. അങ്ങനെ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഈ പ്രേമേന്ദ്രനായിട്ടൊരു പണി കൊടുക്കാനായിട്ട് നരേന്ദ്രമോദി തീരുമാനിച്ചു. മോഡി ആരാ മോൻ. പുള്ളി എന്താ ചോദിച്ചാൽ പ്രേമേന്ദ്രനടക്കം ഏതാനും മെമ്പർമാർക്ക് BJPക്കാരും ഉണ്ട്, BSPക്കാരും ഉണ്ട്, ബിജു ജനതാദളുകാരും ഉണ്ട്, പ്രേമേന്ദ്രനുമുണ്ട്. ഇവർക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഒരു ക്ഷണം കൊടുത്തയച്ചു. പാർലമെൻറ്റിനകത്തുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക്. ഇവരെല്ലാവരും പ്രധാനമന്ത്രി എന്ത് പറയണം എന്നറിയാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും ഉച്ച സമയമല്ലേ, ഊണ് കഴിച്ചുകൊണ്ട് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കാം. നേരെ ഇവരെല്ലാവരും കൂടി പാർലമെൻറ്റ് ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. മാർക്സിസ്റ്റുകാർ പറഞ്ഞത് ഉച്ചവിരുന്ന് കൊടുത്തത് വലിയ കുറ്റമായി പോയെന്നാണ്. ഇത് മൗര്യ ഷെറാട്ടണിൽ വിളിച്ചിട്ടല്ല ഉച്ചവിരുന്ന് കൊടുത്തത്, പാർലമെൻറ്റ് ക്യാൻറ്റീനിലാണ്, അല്ലെങ്കിൽ ലീല പെൻ്റെ ഹോട്ടലിലുമല്ല. എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. പ്രധാനമന്ത്രി വിളിച്ചില്ലെങ്കിലും പ്രേമേന്ദ്രനും മറ്റ് മെമ്പർമാരും ഒക്കെ അവിടെ നിന്ന് തന്നെയാണ് കഴിക്കുക. ഇവരോടൊപ്പം പ്രധാനമന്ത്രിയോട് കൂടി ക്യാൻറ്റീനിലേക്ക് പോയി. ക്യാൻറ്റീനിൽ ചെന്ന് ആ ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തു. എന്ത് ഭക്ഷണം കഴിച്ചെന്ന് നമുക്കറിയില്ല, ക്യാൻറ്റീനിൽ കിട്ടുന്ന ഭക്ഷണമാണ്. അത് കഴിച്ചു. ആ കൂട്ടത്തിൽ പല തമാശകളുമൊക്കെ പറഞ്ഞു. ഏതായാലും നിങ്ങളുടെ കൂടെ ഊണ് കഴിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഈ പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതെന്നും മോഡി കൂട്ടിച്ചേർത്തു. ഇത് ഈ പ്രധാനമന്ത്രിയോട് ഊണ് കഴിക്കുമ്പോൾ പ്രേമേന്ദ്രന് മനസ്സിലായില്ലേ എൻ്റെ പുറകിലുള്ള ഹിക്മത്ത് എന്നുള്ളത്. പക്ഷേ മോഡിക്ക് അറിയാമായിരുന്നു എന്നോടും വിചാരിക്കാം. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഇവിടുത്തെ മതേതര ചിന്താഗതിക്കാർ, നവോത്ഥാന ബുദ്ധിജീവികൾ, പ്രത്യേകിച്ച് CPMക്കാർ, അതിൽ തന്നെ EP ജയരാജൻ,
കളമരം എരിയും, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വല്ലാതെ പ്രകോപിതരായി. ഒന്നാമത് ഇവരെ ആരും പ്രധാനമന്ത്രി വിളിച്ചില്ല. ഈ ജയരാജനൊക്കെ നല്ല ശാപ്പാട്ട് രാമനാണ്, നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ആൾ. പ്രധാനമന്ത്രി വിളിച്ചില്ലെങ്കിൽ പോലും കൂടെ പോയിരുന്ന് കഴിക്കാൻ മടിക്കാത്ത ആളാണ്. പക്ഷേ ഇങ്ങനൊരു ശാപ്പാട്ടിന് പ്രേമേന്ദ്രനെ വിളിച്ചു, ജയരാജനെ വിളിച്ചില്ല, അല്ലെങ്കിൽ കരീമിനെ വിളിച്ചില്ല, അല്ലെങ്കിൽ ഡബിൾ റഹീമിനെ വിളിച്ചില്ല എന്നുള്ളത് അവരെ വളരെ ഖിന്നരാക്കി. ഇവരെല്ലാവരും തന്നെ പ്രേമേന്ദ്രനെതിരെ വാളെടുത്തു. പ്രേമേന്ദ്രൻ അല്ലെങ്കിൽ തന്നെ സംഖ്യയാണ്. കൊല്ലം ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി കൂടെ നടത്തിച്ച ആളാണ്. ഇങ്ങനെ ഒരാൾ ഇതാ നരേന്ദ്രമോദിയുടെ കൂടെ ഓസിന് ഭക്ഷണം കഴിച്ചു. അത് വലിയ കുറ്റമാണ്. പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ നിന്നാണ് കഴിച്ചതെങ്കിൽ പോലും ഇത് അതിഭയങ്കരമായ ഒരു മതേതരത്വ നിഷേധമാണ്. ഇദ്ദേഹം ഈ കൊല്ലത്ത് ഇനി വീണ്ടും മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ BJPയിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്ന് ഇവർ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു. ദേശാഭിമാനി പത്രത്തിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നിരിക്കുകയാണ്. ഏതായാലും പ്രേമേന്ദ്രൻ്റെ ഭാഗ്യത്തിന് VD സതീശനും K സുധാകരനും ആ കുഴിയിൽ വീണില്ല. എന്തിന് K മുരളീധരൻ പോലും പറഞ്ഞു നരേന്ദ്രമോദിയെ അല്ല വിളിച്ചത്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഊണ് കഴിക്കാൻ വിളിച്ചാൽ ഞാനും പോകും, അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. K മുരളീധരനെ പറയാം, അദ്ദേഹം K കരുണാകരൻ്റെ മകനാണ്. ഇതിൻ്റെ വരുമാനങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. K സുധാകരന് ധൈര്യമായിട്ട് പറയാം, കാരണം പുള്ളി പാർലമെൻറ്റിലേക്ക് ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. VD സതീശന് യാതൊരു പ്രശ്നമില്ല, കാരണം പുള്ളിക്ക് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ വേണ്ട, പുള്ളി ഇനിയും പറവൂർ തന്നെ മത്സരിക്കാനുള്ള ആളാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ കൊല്ലത്തെ പ്രബുദ്ധരായ മുസ്ലിം വോട്ടർമാർ ഇത് കേട്ട് ആകെ പ്രകോപിതരാവും. നരേന്ദ്രമോദിയോട് ഊണ് കഴിച്ച ഹിമാറിനെ നമ്മുടെ പ്രേമേന്ദ്രന് നമ്മുടെ വോട്ടില്ല എന്ന് തീരുമാനിക്കുമെന്നുള്ള വേറെ ചോദ്യമാണ്. തീരുമാനിച്ചാൽ അത് തെരഞ്ഞെടുപ്പിൽ ഒരു വിപരീത ഫലം ഉണ്ടാക്കും എന്നുള്ളതാണ് സഖാക്കളുടെ കണക്കൂട്ടൽ. കഴിഞ്ഞ തവണ കൊല്ലം ബൈപ്പാസിൻ്റെ കാര്യത്തിലും അതാണ് ചെയ്തത്. ഇതിൻ്റെ മറ്റൊരു ഭാഗം കൂടിയുണ്ട്. സംഘപരിവാർ ചിന്താഗതിക്കാരായിട്ടുള്ള വോട്ടർമാർ കൊല്ലത്തിട്ട് അവരുടെ വോട്ട് പ്രേമേന്ദ്രൻ നമ്മുടെ ആളാണല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൂടെ വന്നു കളയും എന്ന പ്രതീക്ഷയിൽ അവരുടെ വോട്ട് കൂടി അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. ആൾ പ്രേമേന്ദ്രനായതുകൊണ്ട് ഈ കക്ഷത്തിലുള്ളത് പോകാതെ ഉത്തരത്തിൽ എടുക്കാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. വെറുതെ അല്ലല്ലോ പ്രേമേന്ദ്രൻ അവിടെ വീണ്ടും പിടിച്ചേക്കുന്നത്. ഈ ചവറ മുതൽ ചവറ വരെ, അല്ലെങ്കിൽ നീണ്ടകര മുതൽ നീണ്ടകര വരെ നീണ്ടു കിടക്കുന്ന ഒരു സാമ്രാജ്യത്തിന് മാത്രമേ RSP ഉള്ളൂ എന്നുള്ള കാര്യം ലോകത്തെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് പ്രേമേന്ദ്രൻ ഈ ചടയമംഗലത്തും പുനലൂരും ചാത്തന്നൂരും ഒക്കെ ലീഡ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഈ രവിപുരത്തും കൊല്ലത്തും ലീഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പ്രേമേന്ദ്രനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഏതായാലും നരേന്ദ്രമോദി പ്രേമേന്ദ്രനിട്ട് കൊടുത്ത പണി വളരെ നന്നായി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ മോഡി അങ്ങനെ മോഡിയായി എന്ന് പഠിക്കുന്നവർക്ക് ഇതുകൂടി ഒന്ന് വിശകലനം ചെയ്താൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.